ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, പലപ്പോഴും നമുക്ക് മാത്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതിന്റെ കാര്യം എന്താണ്? നമുക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയണ്ടാവും, പക്ഷെ എന്നാലും മാത്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, എന്താണ് ഇത് നമുക്ക് ഉപയോഗം, എന്തുകൊണ്ട്, എവിടെയാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അതായത് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിന്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് അറിയാത്തതാണ് പലപ്പോഴും മാത്സ് ഒരു ഡിഫിക്കൾട്ട് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്നൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരു അടിപൊളി ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. ഇത് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് ബൈനോമിയൽ തിയറം? ഓക്കെ, അപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ ആൾക്കാർ കളിയാക്കാനായിട്ട് നമുക്ക് പറയാറുണ്ട് a+b² അല്ലേ? എന്താണ് a+b² എന്ന് പറയുന്നത് a² + 2ab + b² ആണ് എന്ന് നമ്മൾ ബൈഹാർട്ട് പഠിച്ച ആൾക്കാരാണ്. അവിടെ ഈ a² 2ab b² ഇതൊക്കെ എവിടുന്ന് വന്നു, എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ വന്നത് എന്ന് നമുക്കറിയില്ല അല്ലേ? ഇവിടെ നോക്കി, a+b² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1a + 1b ആണ്. a എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്. ഓക്കെ, a+b² എന്ന് പറഞ്ഞാൽ a+b² എന്ന് പറഞ്ഞാൽ 1a² + 2ab + 1b² എന്നാണ്. അതായത് ഇതിന്റെ കോഎഫിഷ്യൻസ് 1 1 ആണെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യൻസ് 1 2 1 ആണ്. ഇവിടെ നിൽക്കട്ടെ, a+b³ എന്ന് വരുമ്പോൾ a³ + 3a²b + 3ab² + b³ എന്ന് വരും. അതായത് ഇതിന്റെ കോഎഫിഷ്യൻസ് വരുന്നത് 1 3 3 1 ആണ്. അപ്പൊ ഇതെല്ലാം ബൈഹാർട്ട് പഠിക്കുകയല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇത് എഴുതുക, ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇത്രയും കാലം. ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് a+b² ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, n ആയിക്കോട്ടെ, ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒന്നും ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബൈഹാർട്ട് പഠിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്പാൻഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതാണ് നമ്മളുടെ ഈ ചാപ്റ്റർ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. അപ്പൊ പൊതുവേ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആയിരിക്കും അല്ലേ, ഈ നമ്പറുകളൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്, ഈ നമ്പേഴ്സ് ഒക്കെ എവിടുന്ന് വന്നു? ഇതിന്റെ നമ്പർ 1 3 3 1 ആണ്. ഇനി ഇതിന്റെ കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇതെല്ലാം എവിടുന്ന് വന്നു? ഈ നമ്പേഴ്സ് ആക്ച്വലി വന്നിരിക്കുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൽ നിന്നാണ്. നമ്മളുടെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് 1 ആണ്, സെക്കൻഡ് കോഎഫിഷ്യന്റ് ഈ 1 ഇങ്ങോട്ടും ഈ 1 ഇങ്ങോട്ടും 1 1. തേർഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്, അതായത് a+b² എന്ന് പറയുന്നത് ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ടും വന്നു. 1 + 1 2 അതാണ് നടുവിലുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ 1 ഇങ്ങോട്ട്, ഇവിടെ 1 ഇങ്ങോട്ട്. 1 + 2 3 ഇവിടെ, 1 + 2 3 ഇവിടെ. 1 3 3 1. പാസ്കൽസ് ട്രയാങ്കിളിൽ അടുത്തത് വരുന്നത് എന്താണ്? 1 വന്നു, 1 + 3 4 വന്നു, 3 + 3 6 വന്നു, 3 + 1 4 വന്നു, 1 ഇവിടെയും വന്നു. ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ട്രയാങ്കിളിനെയാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എക്സ്പാൻഷനിൽ വരുന്ന കോഎഫിഷ്യൻസുകൾ വരുന്നത്. അപ്പൊ ഈ a² ab² ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? അത് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ പഠിക്കണം. ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ കൂടെ പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു എക്സ്പാൻഷൻ മാത്രമാണ്. a+b² വന്നാൽ ഏത് തന്നെ ആയിക്കോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും nc0 a⁻n + nc1 a⁻n−1b + nc2 a⁻n−2b², അങ്ങനെ ncn b⁻n. ഇതാണ് നമ്മളുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ എയുടെ പവർ കുറഞ്ഞു വരുന്നു. ഓക്കെ, അതേപോലെ ബിയുടെ പവർ കൂടി വരുന്നു. ഇതാണ് ഇതിൽ ഹൈലൈറ്റ്. ഇനി ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി ഒരു ഈസി ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ട്രിക്സും കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സീറ്റ് ഉറപ്പിക്കുക. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ എന്നല്ല എല്ലാ ചാപ്റ്ററും നമുക്ക് പഠിക്കാം. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക, സൂപ്പറായിട്ട് പഠിക്കാം.